നിയമങ്ങൾ മാറ്റണം, നിയമങ്ങളുടെ വസ്തുതകൾ എന്തൊക്കെയാണ്, അത് ഏതർത്ഥത്തിലാണ് പൗരസമൂഹത്തെ ബാധിക്കുന്നത്, എത്രത്തോളം ഈ വിഷയത്തിൽ നാം ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന മേഖലകളിലേക്ക് പ്രോജ്വലമായ പ്രഭാഷണങ്ങൾ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് അതൊരിക്കലും എല്ലാ സന്ദർഭങ്ങളിലും ഗുണപരമായിക്കൊള്ളണം എന്നില്ല. ജനാധിപത്യം എന്നത് ക്വാളിറ്റേറ്റീവ് അല്ല, അത് ക്വാണ്ടിറ്റേറ്റീവാണ്. ഭൂരിപക്ഷം എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം ഗുണപരമായിരിക്കും എന്ന വിശ്വാസം നല്ലതാണെങ്കിലും എല്ലാ സന്ദർഭത്തിലും ജനങ്ങളുടെ ഹിതമനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഗുണപരമാകണമെന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരത്തിലെത്തിയത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. കോടതിക്കും അദ്ദേഹത്തിന്റെ അംഗത്വത്തിനെതിരായി പരാതി ഉന്നയിക്കാൻ കഴിയില്ല. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് അധികാരത്തിൽ വന്നിട്ടുള്ളതും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. വിവിധ സമൂഹങ്ങളെ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എല്ലാ സന്ദർഭങ്ങളിലും ജനാധിപത്യം ഗുണപരമല്ല. ജനാധിപത്യം ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം, പക്ഷെ അത് ക്വാളിറ്റേറ്റീവ് അല്ല. ഒരു പ്രശ്നത്തിന്റെ പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നിടത്ത് പൊതുവികാരം പരിഗണിക്കുക എന്ന ഗുണവശത്തിനപ്പുറത്ത് മിക്ക സന്ദർഭങ്ങളിലും ജനാധിപത്യം എന്ന പ്രക്രിയയ്ക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് കരിനിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, ഉണ്ടായതല്ല സൃഷ്ടിക്കപ്പെട്ടത്, നിയമത്തിന്റെ എല്ലാ പഴുതും ഉപയോഗിച്ചു തന്നെയാണ്. ജനാധിപത്യത്തിന്റെ നെടും തൂണുകളായി ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന ആശയങ്ങളുടെ അരികുപിടിച്ചു തന്നെയാണ് കരിനിയമങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ പ്രസ്തുത നിയമങ്ങളെ അതിന്റെ എതിരായി സംസാരിക്കുന്നതും നിയമത്തിനകത്ത് ശിക്ഷാർഹമായി മാറുന്നത്. കരിനിയമങ്ങളെ മനുഷ്യാവകാശ ധ്വംസനമായി, ജനാധിപത്യ വിരുദ്ധമായി ബോധവൽക്കരിക്കുന്നത് പോലും ആ നിയമത്തിന്റെ പരിധിയിലിരുന്നു കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നിയമവശമായി മാറുന്നത് എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു ചർച്ച വളരെ കൃത്യമായ ചില ഉദ്ദേശത്തിന്റെ പേരിലാണ്. മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയോ അന്യവൽക്കരിക്കുകയോ ചെയ്യുന്നു എന്ന ഒരാശയത്തെ പർവ്വതീകരിച്ചു കാണിക്കുക എന്നതല്ല. ഒരു തീപ്പൊരി വീണാൽ വെടിമരുന്ന് ശാല പോലെ ആളിക്കത്താവുന്ന വർഗീയതയുടെ തീവ്രവാദത്തിന്റെ മേഖലകളിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ഗൂഢമായ നിയമങ്ങൾക്ക് പിന്നിലുള്ള നിഗൂഢതകളെ ബോധവൽക്കരിക്കുകയും സുചിന്തിതമായ പ്രതിരോധങ്ങളിലൂടെ ഈ വിഷയ സംബന്ധമായ തിരുത്തലുകൾക്ക് ജനകീയമായ ഒരു ശക്തി ഉണ്ടാവുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നീതി
വിശ്വാസത്തിന്റെ താല്പര്യമായി അവതരിപ്പിച്ചിട്ടുള്ള ആദർശമാണ് ഇസ്ലാം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങളുടെ പ്രബോധനത്തെയും പ്രചാരണത്തെയും ഇസ്ലാമിക ആശയങ്ങളുടെ പ്രശസ്തിയെയും ചുഴന്നു നിൽക്കുന്ന ഒരു പ്രബോധന പ്രസ്ഥാനത്തിന് വിശ്വാസാധിഷ്ഠിതമായ പ്രബോധനത്തിൽ നീതിയെ മാറ്റി നിർത്താൻ കഴിയില്ല. പരമമായ ഒരു നീതിയിലേക്കുള്ള യാത്ര ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന സമയത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദിക്കേണ്ടത് പൗരബാധ്യതയാണ് എന്നതോടൊപ്പം തന്നെ മതബാധ്യതയായി തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ISM ഇത്തരമൊരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ കുറ്റമെന്തെന്നറിയാതെ ഒരു വ്യക്തിയെ അപായപ്പെടുത്തലാണ്. കുറ്റമെന്തെന്നറിയാതെ കുറ്റവാളിയാക്കലാണ് ഈ ദൃശ്യപ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ തിന്മ എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താൻ എന്തിനാണ് വധിക്കപ്പെട്ടത് എന്നറിയാതെ ജീവനോടെ മണ്ണറകളിലേക്ക് തിരിച്ചു പോകേണ്ട ഹതഭാഗ്യരായ പെൺകൊടിമാരുടെ ദീനരോധനങ്ങൾക്ക് വിശ്വാസാധിഷ്ഠിതമായ പരിഹാരം നിർദ്ദേശിച്ച പ്രവാചകനാണ് ആധുനിക കാലഘട്ടത്തിലെ അപരവൽക്കരണത്തിന്റെയും അന്യവൽക്കരണത്തിന്റെയും അപായവൽക്കരണത്തിന്റെയും കാരണമായ ഇത്തരത്തിലുള്ള കൊടും കാട്ടുനീതികൾക്കെതിരെ ശബ്ദിക്കേണ്ടത് മതബാധ്യതയാണ് എന്ന് പരിചയപ്പെടുത്തിയത്. മുസ്ലിങ്ങൾക്കുള്ള സന്തോഷം നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റെടുത്ത ഉടനെയുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടത് അവർ രാജ്യദ്രോഹികളല്ല എന്നതാണ്. മുസ്ലിങ്ങളുടെ രാജ്യക്കൂറിനെയും രാജ്യസ്നേഹത്തെയും സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരിയെന്നാണ് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലും വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലും ISMനും പറയാനുള്ളത്. ഇന്ത്യൻ ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന പരമോന്നതമായൊരു ശബ്ദമെന്ന നിലയ്ക്ക് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്ന രാജ്യസ്നേഹത്തെ, ദേശസ്നേഹത്തെ വിശ്വാസത്തോട് ചേർത്തുവെച്ച് ഹൃദയത്തിലേറി നെഞ്ചിലേറി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ശക്തി പകരുകയും ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ആ ദേശസ്നേഹത്തിന്റെ അടയാളങ്ങൾ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുള്ള ഇന്ത്യൻ മുസൽമാൻ ഒരിക്കലും രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുകയില്ല എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമാണ് ഈ വിഷയത്തിൽ ശരിയായ പ്രസ്താവന എന്ന് ഈ സമയത്ത് നാം മനസ്സിലാക്കുന്നു. ഇന്ത്യ ആർക്കും ഭീഷണിയല്ല ലോകത്ത്. പക്ഷേ ഇന്ത്യയുടെ നിയമങ്ങളും ഇന്ത്യയുടെ ചില ജനാധിപത്യ സംവിധാനങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നതിന്റെ സ്വരമാണ് കരിനിയമങ്ങളിലൂടെ പ്രകടമാകുന്നത്. നീതി നിർവഹിക്കുന്നത് വൈകിയാകുമ്പോൾ ആ നീതിയുടെ ശരിയായ പ്രകടനം ലഭ്യമാകാതെ വരും. ഒരാളെ പ്രശംസിക്കുന്നതും ഒരാളെ നിശംസിക്കുന്നതും അതിന് ചില സമയക്രമങ്ങളുണ്ട്. പരീക്ഷയിൽ വിജയിച്ച ഒരു കുട്ടിയോട് 2 വർഷത്തിന് ശേഷം നീ SSLC ഉന്നത മാർക്ക് നേടിയപ്പോ നിന്നെ ഞാൻ വിളിച്ച് ആശംസിക്കണമെന്ന് വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം അല്പത്വമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സ്വോദ്ദേശത്തെ നമ്മൾ ചോദ്യം ചെയ്യണമെന്നില്ല. ലോക സാഹചര്യത്തിൽ, വിശിഷ്യ ഇന്ത്യൻ സാഹചര്യത്തിൽ
നിരപരാധികളായ ആളുകളെ ജയിലിലടക്കുകയും അവർ നിരപരാധികളാണെന്ന് തെളിയിച്ച് നീതിയുടെ സാക്ഷാത്കാരമായി വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നത് വൈകിയാകുമ്പോൾ അത് അനീതിയായി മാറുന്നു എന്നതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. നീതിയുടെ നിർവഹണവും നീതിയുടെ സ്ഥാപനവും ഏതു സന്ദർഭത്തിലാണ് ഉണ്ടാകേണ്ടത് ആ സന്ദർഭത്തിൽ തന്നെയാണ് വരേണ്ടത്. കരിനിയമങ്ങളിൽ ഏറ്റവും വലിയ ഭീഷണി എന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നീതി നിർവഹണത്തിന്റെ വൈകല്യങ്ങൾ ഒരു മനുഷ്യന്റെ പച്ചയായ ജീവിതത്തെയാണ് അപഹരിച്ചെടുക്കുക. പകരം വെക്കാൻ കഴിയാത്ത വിധത്തിൽ ആയുസ്സുകൾ കരിങ്കൽ ഭിത്തികൾക്കുള്ളിൽ അപായപ്പെടുന്ന അത്യന്തം ഭീതിതമായ സാഹചര്യമാണ് ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിലുള്ളത്. പക്ഷേ ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയ്ക്ക് നമുക്ക് ഈ വിഷയത്തിൽ ആശങ്കയുണ്ടെങ്കിലും അശുഭമായ ചിന്തയില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ചർച്ച രംഗത്ത് വരുമ്പോ ഇന്ത്യയുടെ ജനാധിപത്യത്തെയോ ജുഡീഷ്യറിയെയോ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലോ അശുഭചിന്ത വെച്ച് പുലർത്തിയിട്ടല്ല തീർച്ചയായും ഈ കാര്യം നിർവഹിക്കുന്നത്. നേരത്തെ അഷ്റഫ് കടക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, സമകാല ഇന്ത്യയിൽ ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ ആളുകളുടെ കണക്ക് ദ ഹിന്ദു എന്ന പത്രമാണ് പ്രസിദ്ധം ചെയ്തത്. അതിന്റെ എഡിറ്റോറിയലുകളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. തീർച്ചയായും മഹാഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളാണ് നിരപരാധികളായി ഇന്ത്യയുടെ ജയിലറകൾക്കുള്ളിൽ ഉള്ളത് എന്ന സത്യം നടുങ്ങുമാർ ഉച്ചത്തിൽ ജനാധിപത്യത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രമാണ്. വെളിച്ചം സ്വപ്നം കാണുകയും ആ വെളിച്ചത്തിന് വേണ്ടി അധ്വാനിക്കുകയും ഇരുട്ടകറ്റാൻ വേണ്ടി ഒരു ശരറാന്തലെങ്കിലും കത്തിത്തിളങ്ങാൻ വേണ്ടി രംഗത്ത് വരേണ്ടത് ബാധ്യതയായി സ്വീകരിക്കുന്ന ആളുകളാണ്, പത്രങ്ങളാണ്. ഒരു വേള സംഘടനാപരമായ സങ്കുചിതത്വത്തിന്റെ പേരിലോ രാഷ്ട്രീയപരമായ ഭിന്ന വീക്ഷണത്തിന്റെ പേരിലോ മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന നിരപരാധികളായ ആളുകൾ നീതിയുടെ നിയമവാഴ്ചയുടെ നിയമങ്ങളുടെ ഏറ്റവും ജുഗുപ്സാവഹമായ രീതിയിൽ ജയിലറകളിൽ അകപ്പെടുന്നത് എങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളോടുള്ള വിയോജിപ്പ് നീതി നിർവഹണത്തിന് തടസ്സമാകരുത് എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം കൈമുതലാക്കിയ ചില പത്രങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി സൂചിപ്പിച്ചതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നു. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഗദ്ഗതമാണ് നാം കേൾക്കുന്നത്. ആരെയാണോ എന്തിനെയാണോ ശക്തിപ്പെടുത്തേണ്ടത് അതിനു പകരം ആ ശക്തിയെ ക്ഷയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അതത് സമൂഹത്തിൽ നിന്നാകുമ്പോൾ ഉണ്ടാകുന്ന അപകടം എത്രയാണ്. ദ ഹിന്ദു എന്ന് പറയുന്ന പേര് നീതിയുടെ പക്ഷത്തു നിൽക്കാൻ തടസ്സമായിട്ടില്ല. ചരിത്രത്തിൽ പശ്ചാത്തലത്തിലെ ഹൈന്ദവ മുസ്ലിം ധ്രുവീകരണ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന നിയമങ്ങളെ പ്രത്യേകമായി ഹൈജാക്ക് ചെയ്ത് അവതരിപ്പിക്കുന്ന ശ്രമമുണ്ടായപ്പോൾ ശ്രീരാമന്റെയും ഭഗവത്ഗീതയുടെയും സന്ദേശത്തിനെതിരായിട്ടാണ് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പരമോന്നത കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്
ദ ഹിന്ദു എന്ന് പറയുന്ന പത്രമാണ് എന്ന് നാം വിസ്മരിക്കരുത്. മറുകേസ് വന്നു, ഹിന്ദുത്വത്തിനെതിരായി ദ ഹിന്ദു പത്രം നിലകൊള്ളുന്നു എന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സനാതന തത്വങ്ങളെ ജനാധിപത്യ മതേതര സർക്കാരുകൾ ഭരിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമല്ല, ആശയം കടമെടുത്തുകൊണ്ടെതിരായി പ്രവർത്തിക്കുന്ന സർക്കാരുകളുടെ കാലത്തും ഉണ്ടാകുന്നുണ്ട് എന്ന നല്ല ചിന്ത തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സെമിനാറിൽ നമുക്ക് ശക്തി പകരേണ്ട യജിരിമന്നക്കും ശനവിഭാഗത്തോടുള്ള അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ നീതിയുടെ പക്ഷത്ത് ഏതേതു സന്ദർഭത്തിലും നിലകൊള്ളണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം മുഖവിലക്കെടുത്ത് ഇന്ത്യയിലും തദ്ദേശീയമായുമുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കെതിരെ സുചിന്തിതവും ധാർമ്മിക ബോധത്തിൽ ഊന്നിയിട്ടുള്ള പരിഹാര പ്രതിഷേധങ്ങൾക്ക് ഈ ഒരു ശബ്ദം ISMന്റെ ഈ സമ്മേളനം കാരണമാകുമെന്ന് ശുഭവിശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ ചർച്ചയിൽ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ആദരണീയരായ മനുഷ്യാവകാശ പ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ ഉഗ്രപ്രതാപിയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സ്വാമി വിശ്വബദ്ധാനന്ദ ശക്തിബോധി, അഷ്റഫ് കടക്കൽ, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച BPA ഗഫൂർ സാഹബ്, മോഡറേറ്ററായ മുജീബ് റഹ്മാൻ കിനാലൂർ തുടങ്ങി എല്ലാവർക്കും ഔദ്യോഗികമായി കൃതജ്ഞത കൂടി രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഔപചാരികമായ സ്വാഗതം എന്ന നിലക്ക് ബഹുമാന്യൻ